ഹലോ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായി പ്രിപ്പയർ ചെയ്ത് എഴുതിയൊരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 8 നടന്ന HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ. ഇപ്പോൾ എക്സാമിന് ശേഷം കുറേ അധികം ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാവും, റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ട മിനിമം മാർക്ക് എത്രയായിരിക്കും, കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും വേണ്ടത്, ആദ്യ അഡ്വൈസിൽ ജോലി ലഭിക്കാൻ എത്ര മാർക്ക് വേണം, ഇങ്ങനെയുള്ള കുറേ അധികം കട്ട് ഓഫ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാവരോടും നമ്മൾ പറഞ്ഞത് എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ അധികം ജെന്യൂൻ ആയിട്ടുള്ള സാമ്പിൾ ഓഫ് ഡേറ്റാസ് കിട്ടിയാൽ നമുക്ക് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഏകദേശം അടുത്ത ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ഓഫ് പ്രെഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കട്ട് ഓഫ് മാർക്ക് അറിയണം എന്ന് നല്ല താല്പര്യമുള്ളവർ ഉറപ്പായും ഈ ഒരു പോളിൻ്റെ ഭാഗമാവുക. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും. അപ്പോഴവിടെ ഇപ്പം റീസെൻ്റ് ആയിട്ട് കേരള PSC പബ്ലിഷ് ചെയ്ത പോർഷണൽ ആൻസർ കീ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സോഴ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എത്തി നിൽക്കുന്ന ആ മാർക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ ഏകദേശം 2200 സ്റ്റുഡൻസ് നമ്മുടെ പോളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു 1200ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ബുക്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്സും ഒക്കെ പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ 2-3 ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അവരോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഈ ഒരു പോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർക്ക് രേഖപ്പെടുത്തുക. ആ ഒരു സാമ്പിൾ ഓഫ് ഡേറ്റാസ് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ആ ഒരു കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഒരു PSCയുടെ അടുത്ത കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയമില്ലാതെ പറയാം. കാരണം കൂടുതലധികം ഡേറ്റാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു മാർക്ക് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ നിങ്ങളെ ഉറപ്പായും അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ കേരള വാട്ടർ അതോറിറ്റി നടത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് പ്രഡിക്ഷൻ നമ്മൾ ഈ ഒരു പാറ്റേണിലായിരുന്നു ചെയ്തത്. PSCയുടെ ഫൈനൽ ലിസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്ത കട്ട് ഓഫ് മാർക്കും PSCയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്കും ഏറെ കുറേ അടുത്തതായിരുന്നു. ഒരു എക്സാക്ട് കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പാടായിരിക്കും. കാരണം ഫൈനൽ ആൻസർ കീയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിലീഷനും ഒക്കെ വരും. ഇപ്പോൾ ചില എക്സാംസിലൊക്കെ 5-6 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യാറുണ്ട്, ചിലതിലൊക്കെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അധികം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു അടുത്ത കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്തിട്ടും ജോലിക്ക് എന്താണ് ചാൻസ് എത്രത്തോളം ഉണ്ട് ഇത് വെച്ചൊക്കെ അതൊക്കെ മനസ്സിലാക്കി അവർക്ക് കരിയർ പ്ലാനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പം തന്നെ കേരള PSCയുടെ കമ്പ്യൂട്ടർ സയൻസ് ടീമിൽ കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ എക്സാംസ് അടുത്ത വർഷം ആദ്യം സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യാത്ത കട്ട് ഓഫ് മാർക്കിൻ്റെയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ഇനി എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കയറി വരേണ്ടതായിട്ടുണ്ട്, ഇനിയുള്ള സമയങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം, എക്സാമിന് വേണ്ടി എത്ര സമയം മാറ്റി വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കട്ട് ഓഫ് മാർക്കിൻ്റെ ഒരു അനാലിസിസ് ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിക്വസ്റ്റിനെ മാനിച്ച് നമ്മളത് ചെയ്യുമെന്ന് വെക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഈ ഒരു കട്ട് ഓഫ് മാർക്കിൻ്റെ ഭാഗമാകാൻ അവരെയും കൂടെ നിങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുക. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു അനാലിസിസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിത്തിൻ 3 to 4 ഡേയ്സിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, കേരള PSC ഈയിടെ നോട്ടിഫൈ ചെയ്ത കുറേ അധികം അവസരങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ആ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്.